ആയുർവേദ മരുന്ന് നിർമ്മാണ മേഖലയിലും ഗാർമെന്റ് ബിസിനസ്സിലും കഴിഞ്ഞ 36 വർഷമായിട്ടുള്ള പരിചയമുള്ള ഒരു ഗ്രൂപ്പാണ് ഇവര്. ഓൾമോസ്റ്റ് ഇദ്ദേഹത്തിന് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഹ്യൂജ് നോളജ് ഉണ്ട്. ഓൾമോസ്റ്റ് ഇദ്ദേഹം ഡയറക്ട് സെല്ലിംഗ് ചെയ്ത് ഒരു കമ്പനി ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് കൂടി ഉണ്ട്. പഞ്ചാബിലെ ആ കമ്പനിയുടെ ടോപ്പ് ഓണർ ആയിരുന്നു. ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്. ട്രഡീഷണൽ ബിസിനസ്സിന് 36 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഗ്രൂപ്പാണ് ഇവര്. ഞാൻ പറഞ്ഞു കമ്പനി നെയിം ഹാപ്പി ഹെൽത്ത് ഇന്ത്യ. 36 വർഷമായിട്ട് ആയുർവേദ ഗാർമെന്റ് ബിസിനസ്സിൽ ഇവർ എൻഗേജ്ഡ് ആണ്. 2015 തൊട്ടിട്ട് ഇവരുണ്ട്. ലുധിയാന പഞ്ചാബിലാണ് രജിസ്റ്റർ ചെയ്തത്. ഇന്ത്യയിലെ ലീഡിംഗ് ഓർഗനൈസേഷൻ ആയിട്ടുള്ള IDSA നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഡയറക്ട് സെല്ലിംഗ് ഓർഗനൈസേഷൻ ആണ്. FDSA ADSA മെമ്പർ ആണ് ഇവര്. ഓക്കെ, 26 സ്റ്റേറ്റിൽ ഇപ്പം ഇന്ന് ഈ കമ്പനി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 400-ലധികം ക്വാളിറ്റി പ്രോഡക്ട്സുകൾ ഉണ്ട്. ഒരുപാട് പ്രോഡക്ട്സിന്റെ സർട്ടിഫിക്കറ്റ്സ്, ഇത്രയും പ്രോഡക്ട്സിന് HACCP GMP ഇങ്ങനെ ഒരുപാട് സർട്ടിഫിക്കേഷൻ കിട്ടിയ പ്രൊഡക്റ്റ് സർട്ടിഫിക്കേഷൻ ഉണ്ട്. സ്വന്തമായിട്ട് മാനുഫാക്ചറിംഗ് യൂണിറ്റ് കൂടിയുള്ള കമ്പനിയാണ്. അതുപോലെ 2000-ലധികം അവൈലബിലിറ്റി സെന്റേഴ്സ് ഇന്ന് കമ്പനിക്ക് ഉണ്ട്. പ്രൊഡക്റ്റ് അവൈലബിലിറ്റി, അഫോർഡബിൾ പ്രൈസിംഗ് ആണ്. എല്ലാവർക്കും വളരെ എളുപ്പത്തിലും ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻകം പ്ലാൻ ആണ് കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 1 കോടിക്കടുത്ത് മാസ വരുമാനം വാങ്ങിക്കുന്ന ആളുകളെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനിയാണ്. ഓൾമോസ്റ്റ് 18-20 ലക്ഷം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇന്ന് ഇന്ത്യയിൽ കഴിഞ്ഞ 9 വർഷം കൊണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് സിസ്റ്റം ഉള്ള ഒരു കമ്പനി കൂടിയാണ്. ഇതോടൊപ്പം തന്നെ കമ്പനിക്ക് ഒരു ഓൺ ഡോക്ടർ ഉണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ രാം കച്ചുവാഹ എന്നാണ്. കഴിഞ്ഞ 27 വർഷമായിട്ട് അയാൾ ആയുർവേദ ഡോക്ടറാണ്. ടെറി ലാബ് എന്ന് പറയുന്ന കമ്പനിയിൽ 18 വർഷമായിട്ട് US വർക്ക് ചെയ്ത വ്യക്തിയാണ്. നമ്മുടെ പ്രോഡക്റ്റിന്റെ ഒക്കെ മേജർ 200 പ്രോഡക്റ്റുകൾ നമ്മുടെ സ്വന്തം മാനുഫാക്ചറിംഗിലാണ് കേട്ടോ. 200 പ്രോഡക്ട്സ് 200 പ്രോഡക്റ്റ് സ്വന്തമായിട്ട് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ഡോക്ടർ ഞാൻ പറഞ്ഞു R&D ഉള്ള കമ്പനി, സ്വന്തമായിട്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വിങ് ഉള്ള കമ്പനിയാണ്. ഡോക്ടർ രാം കച്ചുവാഹ എന്ന് പറയും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ലീഗൽ സൈഡ് നോക്കുന്ന സമയത്ത്. ഇന്നിപ്പോ ഡയറക്ട് സെല്ലിംഗിൽ ഒരു കമ്പനി ചെയ്യണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് CE സർട്ടിഫിക്കറ്റ് ആണ്. ഈ സർട്ടിഫിക്കറ്റ്സ് ഓൾറെഡി ഇപ്പം പല കമ്പനികൾക്കും ഇല്ലാന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഡയറക്ട് സെല്ലിംഗിന്റെ റൂൾ അനുസരിച്ചിട്ട് ഇപ്പം ഈ സർട്ടിഫിക്കറ്റ് വളരെ അനിവാര്യമാണ്. CE സർട്ടിഫിക്കറ്റ്. അതുപോലെ തന്നെ കമ്പനിക്ക് വ്യക്തമായിട്ടുള്ള മിഷൻ ആൻഡ് വിഷൻ ഉള്ള കമ്പനിയാണ്. ഒരു മിഷൻ വേണമല്ലോ, അല്ലേ? അപ്പോൾ ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് സമ്പത്തും ആരോഗ്യവും അത് കൊടുക്കുക എന്നാണ്. ഡെയിലി ക്വാളിറ്റി ഹൈ, അതായത് നിത്യോപയോഗ സാധനങ്ങൾ വളരെ വിലക്കുറവിൽ നല്ല ക്വാളിറ്റിയിൽ കൊടുത്തുകൊണ്ട് നല്ല ഹെൽത്തും വെൽത്തും ക്രിയേറ്റ് ചെയ്യാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. അവർക്ക് അതിൻ്റെതായ ഒരു ഡ്രീം ഉണ്ട്. പിന്നെ പ്രോഡക്ട്സ് റേഞ്ചിലേക്ക് വരുവാണെങ്കിൽ ഇന്ന് 12 കാറ്റഗറിയിൽ 400-ലധികം പ്രോഡക്റ്റുകൾ കമ്പനി റൺ ചെയ്യുന്നു. അതായത് ഹോം കെയർ വരുന്നത്. ഹോം കെയർ നമുക്കറിയാം ക്ലീനിങ് പ്രോഡക്ട്സുകളാണ്. വാഷിംഗ് പൗഡർ, നമ്മുടെ ടോയ്ലറ്റ് ക്ലീനർ, ഫ്ലോർ ക്ലീനർ, ഡിഷ് ഡ്രോപ്സ്, അത്തരത്തിലുള്ള പ്രോഡക്റ്റ്, മൾട്ടിപർപ്പസ് ക്ലീനർ, എയർ ഫ്രഷ്നർ, ഇതൊക്കെയാണ് നമ്മുടെ ഹോം കെയറിൽ വരുന്നത്. അഗ്രികൾച്ചറിൽ വരുന്നത്, നമുക്കറിയാം കൃഷിയാണ്. കൃഷി നമുക്കറിയാം ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ ഒരു ഇൻകം സോഴ്സ് ആണ് കൃഷി എന്ന് പറയുന്നത്. അപ്പൊ കൃഷി ആവശ്യത്തിനുള്ള പ്രോഡക്റ്റുകളാണ്. കർഷകർക്ക് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റുകളുണ്ട്. നിങ്ങൾക്ക് വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ചെറുകിട കൃഷിക്ക് വേണ്ടിയുള്ള പ്രോഡക്റ്റുകളുണ്ട്. വെൽനസ് എന്ന് പറയുന്നത് ഓൾറെഡി എല്ലാം വെൽനസ് ഇൻഡസ്ട്രിയാണ്. അസുഖം വരാതെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്ന മേഖലയാണ് വെൽനസ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെയാണ് ക്വാളിറ്റി പ്രോഡക്ട്സിന്റെ പ്രത്യേകത. വെൽനസ് ഇൻഡസ്ട്രിയിലും കമ്പനി, അതായത് വെൽനസ് ന്യൂട്രീഷ്യൻ സപ്ലിമെന്റ്സ് വരുന്നുണ്ട്. ന്യൂട്രീഷ്യൻ സപ്ലിമെന്റ്സ് എന്ന് പറയുമ്പോൾ ശരിയായ രീതിയിൽ പ്രോട്ടീൻസും വൈറ്റമിൻസും മിനറൽസും ഒക്കെ ശരിയായ രീതിയിൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ആരോഗ്യം ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ അതിനു വേണ്ടിയുള്ള ആന്റി ഓക്സിഡന്റ് അടങ്ങിയ ഫുഡുകളും അതൊക്കെ ലിക്വിഡ് ഫോമിലും പൗഡർ ഫോമിലും ക്യാപ്സൂൾസിലൊക്കെയാണ് കമ്പനി ചെയ്തു വെച്ചിട്ടുള്ളത്. ആനിമൽ കെയർ, നാൽക്കാലികൾക്കുള്ള ഒരു ഫുഡാണ് വരുന്നത്. വെറ്റ്കാൾ എന്ന് പറഞ്ഞിട്ട്, അതുപോലെ ലീവ് ഡൈജസ്റ്റ്, മിൽക്കോ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രൊഡക്റ്റുകൾ വരുന്നുണ്ട്. ഫിഷ് ഹെൽത്തിന് വേണ്ട പ്രൊഡക്റ്റുകൾ വരുന്നുണ്ട്. ഫുഡ് വെയർ, നമുക്ക് ചെരുപ്പ് വരുന്നുണ്ട്, അല്ലെ? ചെരുപ്പ് വരുന്നുണ്ട്, ജ്വല്ലറി വരുന്നുണ്ട്. രാജസ്ഥാൻ മേക്കിംഗ് ബാംഗിൾസ് ആണ് വരുന്നത്, ഗോൾഡ് അല്ല അത്. അതോടൊപ്പം തന്നെ നമുക്ക് ഗാർമെന്റ്സ് വരുന്നുണ്ട്. നമ്മുടെ ഷർട്ട്സ്, അണ്ടർ ഗാർമെന്റ്സ് വരുന്നുണ്ട്, ഹാൻഡ്കർച്ചീഫ് വരുന്നുണ്ട്, ഹോം വെയർ വരുന്നുണ്ട്, ഡിന്നർ സെറ്റ്, പ്രഷർ കുക്കർ, ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ. അതുപോലെ സ്കിൻ കെയർ ആൻഡ് കോസ്മെറ്റിക്സിൽ നോക്കുകയാണെങ്കിൽ ഫേസ് വാഷ്, ഫെയർനെസ് ക്രീം, അത്തരത്തിലുള്ള ഒരുപാട് പ്രോഡക്റ്റുകൾ വരുന്നുണ്ട്. നമ്മുടെ ആന്റി ഏജിങ് ക്രീം, നൈറ്റ് ക്രീം, ഡേ ക്രീം. പിന്നെ അതുപോലെ നമുക്ക് FMCGയിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് പൾസസ് വരുന്നുണ്ട്, ധാന്യങ്ങൾ വരുന്നുണ്ട്. കടല, ചെറുപയർ, പരിപ്പ്, ഉഴുന്ന്, അതുപോലെ നമ്മുടെ ശർക്കര, പപ്പടം, ഉപ്പ്, 2 ടൈപ്പ് ഉപ്പ് വരുന്നുണ്ട്, ചായപ്പൊടി വരുന്നുണ്ട്, കോഫി പൗഡർ വരുന്നുണ്ട്. ഇങ്ങനത്തെ ഒരുപാട്, നമ്മുടെ മക്രോണി വരുന്നുണ്ട്, പാസ്ത വരുന്നുണ്ട്, ഇത്തരത്തിലുള്ള ബസ്മതി റൈസ് വരുന്നുണ്ട്, ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ വരുന്നുണ്ട്. അതുപോലെ പേഴ്സണൽ കെയറിലേക്ക് പോകണമെങ്കിൽ സോപ്പ്, പേസ്റ്റ്, ഷാമ്പു, കണ്ടീഷണർ, ഹെയർ ഓയിൽ, ഇത്തരത്തിലുള്ള വൈഡ് റേഞ്ച് പ്രോഡക്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് കമ്പനിയുടെ പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓൾറെഡി ഞാൻ പറഞ്ഞ പ്രോഡക്റ്റിന്റെ സർട്ടിഫിക്കേഷൻ HACCP, GMP, ISO, NABL, WHO,
FSSAI കോഷർ ആൻഡ് ഹലാൽ സർട്ടിഫിക്കേഷൻ ഉള്ള പ്രൊഡക്റ്റിനൊക്കെ സർട്ടിഫിക്കേഷൻ എഴുതുന്നുണ്ട്. അതുപോലെ 3 രീതിയിൽ നിങ്ങൾക്ക് ഈ ബിസിനസ്സിലേക്ക് കടന്നു വരാൻ പറ്റും. 3 രീതിയിൽ. ഒരു കസ്റ്റമർ ആയിട്ട് നിങ്ങൾക്ക് ഈ ബിസിനസിനെ കാണാം. കസ്റ്റമർ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് വർഷങ്ങളായിട്ട് പല ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ് കസ്റ്റമർ ആണ് നമ്മൾ, അല്ലേ? ഇപ്പൊ നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന നിങ്ങളുടെ ഡ്രസ്സ് ആയിക്കോട്ടെ, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫോൺ ആയിക്കോട്ടെ, മൊബൈലിന്റെ സിം ആയിക്കോട്ടെ, നിങ്ങൾ ഏതൊക്കെ ഒരു ബ്രാൻഡിന്റെ കസ്റ്റമർ ആണ്. എന്നതുപോലെ നമുക്ക് ഇവിടെ ഒരു കസ്റ്റമറായി നിൽക്കാൻ സാധിക്കുന്നുണ്ടാവും. അതുപോലെ റീറ്റെയിലറായി നിൽക്കാം. റീറ്റെയിലർ എന്ന് പറയുന്ന ഉൽപ്പന്നങ്ങൾ നിങ്ങൾ വാങ്ങുന്നു, മറ്റുള്ള ആളുകൾക്ക് വിൽപ്പന നടത്തുന്നു. ഈ രീതിയിൽ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാം. മൂന്നാമത്തത് ഒരു ഇൻഡിപെൻഡന്റ് ബിസിനസ് ഓണറായിട്ട് മാറാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി കിട്ടുന്നുണ്ട്. ഒരു ബിസിനസ് ഓണറായി മാറാനുള്ള ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ഇതിലേക്ക് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? നിലവിൽ നിങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന പല സൂപ്പർ മാർക്കറ്റിൽ നിന്നും നിങ്ങളുടെ തൊട്ടടുത്ത കടയിൽ നിന്നായിരിക്കും ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത്. ആ കടയിൽ നിന്ന് എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. ഹാപ്പി ഹെൽത്ത് ഇന്ത്യയുടെ കടയിലേക്ക് ഒന്ന് മാറാൻ തയ്യാറാവണം. അപ്പൊ ഹാപ്പി ഹെൽത്ത് ഇന്ത്യയുടെ കടകൾ അവിടെ പോയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അവിടെ നിന്ന് തുടങ്ങും നിങ്ങളുടെ വരുമാനം എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? അതിൽ നിങ്ങൾ ആ കടയിലേക്ക് മാറാം. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? നിങ്ങൾ കടയിൽ നിന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ പേരിൽ ഒരു ID ക്രിയേറ്റ് ചെയ്യണം. ID വേണം, അല്ലെ? എന്തിനും നമ്മളുടെ പേരിൽ ഒരു ID വേണം, അല്ലെ? ഇപ്പൊ നിങ്ങൾ ഒരു മൊബൈൽ ഫോണിന്റെ സിം എടുക്കണമെങ്കിൽ നിങ്ങൾ എന്ത് വേണം? ID വേണം, അല്ലെ? അപ്പൊ എന്നതുപോലെ നമുക്ക് ഇവിടെയും ID വേണം. ഇപ്പൊ നിങ്ങളാണെന്ന് തെളിയിക്കുന്ന രേഖകൾ വേണം. ഒന്ന് നമ്മുടെ മേജർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആധാർ കാർഡ്, അതിന്റെ അതുപോലെ നോമിനി ഡീറ്റെയിൽസ്, പാൻ കാർഡ്, പാസ്ബുക്കിന്റെ അല്ലെങ്കിൽ ചെക്ക് ആയിക്കോട്ടെ, പാസ്ബുക്കിന്റെ കോപ്പി, നിങ്ങളുടെ നോമിനി, ഇത്തരം കാര്യങ്ങൾ വെക്കുന്നു. നിങ്ങൾക്ക് ഒരു 14 അക്ക നമ്പർ നിങ്ങളുടെ പേരിൽ ID ക്രിയേറ്റ് ചെയ്യും. 14 അക്ക നമ്പറാണ് കമ്പനി ഫോം ചെയ്തത്. ഇത് നിങ്ങളുടെ ഷോപ്പാണ്, വെർച്വൽ ഷോപ്പാണ്. കാരണം ഈ കാലഘട്ടത്തിൽ ഷോപ്പ് എന്ന് പറയുന്നത് കാണാൻ പറ്റില്ല, തൊടാൻ പറ്റില്ല, ടച്ചബിൾ അല്ല. ട്രെൻഡ് മാറി, അല്ലെ? കാലഘട്ടം മാറിക്കഴിഞ്ഞു. ഇന്ന് നമുക്കറിയാം ഓയോ റൂംസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവല്ലോ, അല്ലെ? ഒരു റൂം പോലും അദ്ദേഹത്തിന്റെ പേരിലില്ല. പക്ഷേ ഇന്ത്യയിൽ ആരൊക്കെ ഓയോ റൂംസിലൂടെ ബുക്ക് ചെയ്താലും, ഹോട്ടൽ റൂംസ് ബുക്ക് ചെയ്താലും അദ്ദേഹത്തിന് അക്കൗണ്ട് കാശ് വരും. Airbnb കേട്ടിട്ടുണ്ട്, ഓല ക്യാബ്സ്, ഊബർ ടാക്സി, ഇതൊക്കെ ഉദാഹരണമാണ്. അപ്പൊ ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള ബിസിനസ് ആണ് ഇത്. ഇവിടെ നമ്മളൊരു തുടങ്ങുന്നത് നിങ്ങൾക്ക് 14 അക്ക IDയിൽ നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഈ ബിസിനസ് ചെയ്യാം. പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാം, മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യാം. അതിന് ലൈസൻസ് കമ്പനി തന്നു കഴിഞ്ഞതാണ്. അപ്പൊ നിങ്ങൾ ആ ആക്ടിവേഷൻ എന്ത് ചെയ്യണം? മിനിമം 1000 രൂപയുടെ ആക്ടിവേഷൻ കൂടി ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഇതിൽ ശരിയായ രീതിയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ആദ്യം നിങ്ങൾ ഒരു 1000 BV എന്ന് പറയുമ്പോൾ നമ്മുടെ കണക്ക് പ്രകാരം ഒരു BV എന്ന് പറയുമ്പോൾ ഏകദേശം 2.5 rupees ആണ് കണക്ക്. അപ്പൊ ഏകദേശം നമുക്ക് ഒരു 2500 രൂപയുടെ ഉൽപ്പന്നങ്ങൾ നിങ്ങൾ വീട്ടിലോട്ട് പർച്ചേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ID ആക്ടിവേഷൻ ചെയ്യാം. അപ്പൊ അവിടെ ആദ്യത്തെ കസ്റ്റമർ ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ ക്വാളിറ്റി പ്രോഡക്റ്റുകൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഹെൽത്ത് ആവും. ഹോസ്പിറ്റലിൽ പോകുന്ന ബില്ലുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ലാഭിക്കാൻ പറ്റും. അത് നമുക്ക് കണക്കുപ്പെടുത്താൻ പറ്റില്ല, അൺഅക്കൗണ്ടബിൾ ആണ്, അല്ലെ? അക്കൗണ്ടബിൾ എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അവിടെ ബില്ല് ലാഭിക്കാം, ഹോസ്പിറ്റലിൽ പോകേണ്ടി വരില്ല. കാരണം നല്ല പേസ്റ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് പല്ല് സംബന്ധമായ പ്രശ്നം ഉണ്ടാവില്ല, ഡെന്റിസ്റ്റ് എടുത്ത് പോകണ്ട. സോപ്പ് നല്ലതായതുകൊണ്ട് നിങ്ങൾ സ്കിന്നിന് അലർജി ഉണ്ടാവില്ല, സ്കിന്ന് നല്ലതായി ഡാമേജ് ഉണ്ടാവില്ല. അപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞോളൂ. അപ്പൊ ഇവിടെ ആദ്യം കിട്ടുന്നത് എന്താണ്? ഡിസ്കൗണ്ട് ആണ്. ഓൾമോസ്റ്റ് ഇന്നൊരു നമ്മുടെ നാട്ടില് ഒരു ആവറേജ് ഒരു ഫാമിലി വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റ് പ്രൈസിങ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ 3000 രൂപയാണ് വീട്ടിലേക്കുള്ള ഉൽപ്പന്നങ്ങൾ. അത് വളരെ കുറവായിരിക്കും എനിക്ക് തോന്നുന്നത്. 3000, 5000, 6000 ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ 3000 rupeesന്റെ ഒരു കണക്ക് എടുക്കുവാണെങ്കിൽ നമുക്ക് 3000 rupees ഇവിടെ നിങ്ങൾ പേയ്മെന്റ് ചെയ്യണ്ട. നിങ്ങൾ 2500 പേയ്മെന്റ് ചെയ്താണ് 1000 BV എന്ന് പറയുമ്പോൾ. അപ്പൊ ഇവിടെ 500 രൂപ MRP നമുക്ക് ഡിസ്കൗണ്ട് കഴിച്ചില്ല. 500 രൂപ നിങ്ങൾക്ക് ആവറേജ് ഒരു 20% ഡിസ്കൗണ്ട് കിട്ടുക. നിങ്ങൾ എമൗണ്ട് കൂടുതലനുസരിച്ച് ഡിസ്കൗണ്ട് ഉണ്ടാവും. ഇനി 1000 BV എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ ഒരു 2500 രൂപ ഉണ്ടാവും. ഓൾമോസ്റ്റ് 300 രൂപയുടെ ഉൽപ്പന്നങ്ങൾ അഡീഷണൽ ഫ്രീ കിട്ടും. MRP നോക്കുമ്പോൾ ഏകദേശം 360 രൂപയുടെ ഉൽപ്പന്നങ്ങൾ അഡീഷണൽ ഫ്രീ ആയിട്ട് കിട്ടുക. 2000 BVക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് 600 രൂപയുടെ ഉൽപ്പന്നങ്ങൾ ഫ്രീ കിട്ടും. 2000 BV എന്ന് പറയുമ്പോൾ ഏകദേശം 5000 രൂപ, 720 MRP ഉണ്ടാവും. 3000 BVക്ക് 900 രൂപയുടെ പ്രൊഡക്റ്റുകൾ ഫ്രീ ആയിട്ട് കിട്ടും. 1080 MRP പ്രൊഡക്റ്റുകൾ ഫ്രീ ഉണ്ടാവും. 4000 BV ചെയ്യുന്ന സമയത്ത് ഏകദേശം 1200 രൂപയുടെ പ്രൊഡക്റ്റുകൾ ഫ്രീ ഉണ്ടാവും. MRP നോക്കുമ്പോൾ 1440. അപ്പൊ ഈ രീതിയിൽ നമുക്ക് വാങ്ങുന്ന വിലയുടെ 12%, അതായത് BV ബിസിനസ് കൂടെ നമ്മള് 2500 എന്ന് പറയുമ്പോൾ ഏകദേശം 300, 12% ഉൽപ്പന്നങ്ങൾ ഫ്രീ ആയിട്ട് അഡീഷണൽ കിട്ടുകയാണ്. ഇത് കൂടാതെ സ്ഥിരമായിട്ടുള്ള പർച്ചേസ് നമ്മൾ വർഷങ്ങളായിട്ട് ഒരു കടയിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ടാവും. സ്ഥിരമായിട്ട് ചിലപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ആരുടെയെങ്കിലും ഒക്കെ കടയിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ടാവും. ഇന്നേ വരെ ഒരു പപ്പടം ഫ്രീ കിട്ടിയിട്ടുണ്ടാവും, ചിലപ്പോൾ തന്നിട്ടുണ്ടാവും, അല്ലെ? ഓണത്തിനോ പെരുന്നാളിനോ ക്രിസ്മസിനൊക്കെ തന്നിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ നമുക്ക് സ്ഥിരമായി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൺസിസ്റ്റൻസി ബെനിഫിറ്റ് കിട്ടുകയാണ്. അതിന് മിനിമം നമ്മൾ 4 മാസത്തെ പർച്ചേസ് നമ്മൾ ചെയ്യണം. 4 months, 4 മാസത്തെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് 5ാമത്തെ മാസം നിങ്ങൾക്ക് 1000 രൂപയുടെ പ്രൊഡക്റ്റ് കിട്ടും.
MRP നോക്കുമ്പോൾ 1200 ഉണ്ടാവും. അടുത്ത 4 മാസം എടുക്കുമ്പോൾ 9ാമത്തെ മാസം വീണ്ടും 1000 തരുന്നു. അടുത്ത 4 മാസം എടുക്കുമ്പോൾ 11ാമത്തെ മാസം വീണ്ടും 1000 തരുന്നു. ഒരു വർഷം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് 2000 രൂപ അഡീഷണൽ ഫ്രീ പ്രൊഡക്റ്റ് കൂടി നമ്മൾ തരുന്നു. ഒരു വർഷം കൊണ്ട് 5000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ ഫ്രീ കിട്ടും. MRP നോക്കുമ്പോൾ 6000, ഒരു മാസത്തേക്ക് നോക്കുമ്പോൾ 400 നമ്മുടെ പ്രൈസിങ് MRP. ഇത് ഒരു സ്ലാബാണ്. രണ്ടാമത്തെ സ്ലാബ് 2000 DP ആണ്. മാസം 5000 രൂപയുടെ പർച്ചേസ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് എവറി മന്ത് 4 മാസം കൂടുന്ന സമയത്ത് 5ാമത്തെ മാസം 2000 രൂപയുടെ പ്രൊഡക്റ്റ് കിട്ടും. അങ്ങനെ ഓരോ 4 മാസം കൂടുമ്പോൾ 2000 6000 കിട്ടുന്നു. ടോട്ടൽ കമ്പനി വീണ്ടും നമുക്ക് 4000 തരുന്നു. ടോട്ടൽ ഒരു വർഷത്തേക്ക് 12000 രൂപ MRP. നമ്മുടെ പ്രൈസ് നോക്കുമ്പോൾ 10000 ഉണ്ടാവും. ഒരു മാസത്തേക്ക് 834 MRP നോക്കുമ്പോൾ 1000 ഉണ്ടാവും. ഒരു സ്ലാബ് കൂടി കമ്പനി തരുന്നുണ്ട്. കൺസിസ്റ്റൻസിക്ക് വരുന്ന വലിയൊരു സ്ലാബാണ് 5000 DP. കാരണം ഈ ബിസിനസ്സിൽ ആളുകൾ ഉൽപ്പന്നങ്ങൾ വാങ്ങി വിൽക്കുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും. കാരണം അവർക്ക് ഇത് നല്ലൊരു വരുമാനമാകും. അപ്പൊ അവരെയും കൂടി റിവാർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വലിയൊരു സ്ലാബ് കൂടി കമ്പനി കൊടുത്തു. ഏകദേശം 12500 രൂപയിലൊക്കെ പർച്ചേസ് ഒരു മാസം ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അത് വിറ്റാൽ തന്നെ 2500 അവിടെ മാർജിൻ കിട്ടും. ഇത് കൂടാതെ ഓരോ 4 മാസം കൂടുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 4000 രൂപയുടെ പ്രൊഡക്റ്റ് ഫ്രീ കിട്ടും. ഒരു വർഷത്തിൽ 12000 പ്ലസ് 8000 വീണ്ടും തരും. 20000 രൂപയുടെ പ്രൊഡക്റ്റ് MRP നോക്കുമ്പോൾ 24000. ഒരു മാസത്തേക്ക് നോക്കുമ്പോൾ ഏകദേശം MRP 2000. ഈ രീതിയിലും 3 സ്ലാബുകളായിട്ട് കൺസിസ്റ്റൻസി തരുന്നു. ഇതോടൊപ്പം തന്നെ ക്യാഷ് ബാക്ക് 7% തരികയാണ്. നിങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഒരു കാശ്, അതിന് നിങ്ങൾ 1000 DP ചെയ്താൽ അതിന് 7% 70, 1500 ചെയ്താൽ 105, 2000 ചെയ്താൽ 140, അങ്ങനെ 7% നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തിരിച്ച് പൈസയായിട്ട് തരുന്നു. അപ്പൊ ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അവർ ഹാപ്പിയാണ്, റീറ്റെയിലറും ഹാപ്പിയാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ നിങ്ങൾ നോക്കുക, ചെറിയൊരു കണക്ക് പറയാം. 3000 രൂപയ്ക്ക് 12 മാസത്തേക്ക് മറ്റുള്ളൊരു ബ്രാൻഡിൽ നിന്ന് ഒരാൾ വാങ്ങുമ്പോൾ 36000 രൂപയായിരിക്കും അവിടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യും. പക്ഷെ ഇവിടെ 3000 രൂപ നിങ്ങൾ കൊടുക്കേണ്ട, 2500 പേയ്മെന്റ് ചെയ്താൽ മതി, 1000 DP ഉണ്ടാവും. അപ്പൊ ഇവിടെ തന്നെ നമുക്ക് ഓൾറെഡി 500 രൂപ നമ്മൾ എന്ത് ചെയ്തു? സേവ് ചെയ്തു. 12 മാസത്തേക്ക് എടുക്കുമ്പോൾ 6000 രൂപ നമ്മൾ അവിടെ സേവ് ചെയ്യാണ്. ഇത് വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 6000 രൂപ കാശാക്കി മാറ്റാം. ഫ്രീ പ്രൊഡക്റ്റുകളായിട്ട് 300 രൂപയ്ക്ക് 12 മാസത്തേക്ക് 3600 രൂപയുടെ പ്രൊഡക്റ്റ് ഫ്രീ കിട്ടുന്നു. ക്യാഷ് ബാക്ക് ആയിട്ട് 7%, 12 മാസം 840. നേരത്തെ പറഞ്ഞ പോലെ മന്ത്ലി ഇയർലി കൺസിസ്റ്റൻസി നോക്കുമ്പോൾ ടോട്ടലി 5000, ടോട്ടൽ 15440 രൂപ. ഒരു വർഷത്തേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ടോട്ടലായിട്ട് ബെനിഫിറ്റ് കിട്ടുന്നത്. ഒരു മാസത്തേക്ക് നോക്കുമ്പോൾ 1287. അതായത് നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ പകുതി നമുക്ക് തിരിച്ചു കിട്ടണം. ക്ലിയർ? പകുതി എമൗണ്ട് നമുക്ക് തിരിച്ചു കിട്ടണം. നമ്മൾ 2500 നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ പകുതിയിലധികം തിരിച്ചു കിട്ടണം. അപ്പൊ ഈ ഒരു ബെനിഫിറ്റ് ആണ് നമുക്ക് കിട്ടുന്ന ഒരു വർഷത്തേക്കുള്ള കസ്റ്റമർ റീറ്റെയിലർ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ട് കാണിച്ചു എന്നുള്ളൂ. അപ്പൊ ഒന്ന് മനസ്സിലാക്കുക, നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ എന്തായി മാറി? വരുമാനക്കാരനായി മാറി. ഉൽപ്പന്നങ്ങളായി വിൽക്കാൻ തുടങ്ങി കഴിഞ്ഞാലും അവിടെ വരുമാനം കിട്ടാൻ തുടങ്ങി. അപ്പൊ ഈ രീതിയിലാണ് കസ്റ്റമർ ബെനിഫിറ്റ്സ് കമ്പനി ഡിസൈൻ ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കുക. ഇനി നമ്മൾ കൂടുതൽ വരുമാനത്തിലേക്കാണ് നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ, വരുമാനം വേണോ? വേണോ അല്ലേ? അപ്പൊ ഒന്ന് ഈ ഒരു സമയം കുറെ ആളുകൾക്ക് ഇങ്ങനെ ഉറക്കൊക്കെ വരുന്നത്, ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലാപ്പ് ചെയ്യാൻ പറ്റുമോ? കമ്പനിയുടെ ഓപ്പർച്യൂണിറ്റി നമുക്ക് വലിയ മോട്ടിവേഷനിൽ പറയാൻ പറ്റില്ല, ഉള്ള കാര്യങ്ങളല്ലേ പറയാൻ പറ്റും. അപ്പൊ പൊതുവെ എല്ലാവർക്കും ഉറക്കൊക്കെ വരും. അപ്പൊ അതെല്ലാവരും സഹിക്കുക, അത് കഴിയുന്നത്. ഓക്കെ, മോട്ടിവേഷൻ ഇത് കഴിഞ്ഞിട്ട് വരുന്നുണ്ട്. കുറെ ലീഡേഴ്സിന്റെ എക്സ്പീരിയൻസിലൂടെ നമുക്ക് ഈ മോട്ടിവേഷൻ കിട്ടുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്കൊരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാം. എന്തിനാണ് നമ്മൾ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുന്നത്? അപ്പൊ നമ്മുടെ നാട്ടില് ഒരുപാട് പണക്കാരായ ആൾക്കാരുണ്ടല്ലോ അല്ലെ? നേരത്തെ ഞാൻ പറഞ്ഞ വലിയ വലിയ ബിസിനസ്സുകാർ. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെന്താണ് ചെയ്യുന്നത്? ഒറ്റയ്ക്കാണോ? ലോകത്ത് ഒറ്റയ്ക്ക് പണിയെടുത്ത് പൈസ ഉണ്ടാക്കി ആരെങ്കിലും കാണിക്കാൻ പറ്റുമോ? ഒറ്റയ്ക്ക് പണിയെടുത്ത് ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. നിങ്ങളുടെ നാട്ടിലെ ഏതൊരു പണക്കാരനെടുത്തോ അയാൾ ഒറ്റയ്ക്ക് പൈസക്കാരനായിട്ടല്ല. ഒറ്റയ്ക്ക് പണിയെടുക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് രാവിലെ പോകുന്നു, വൈകുന്നേരം വരുന്നു, ജോലി ചെയ്യുന്നു, പോരുന്നു. അവർക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പക്ഷെ കൂടുതൽ പൈസ ഉണ്ടാക്കണമെങ്കിൽ നമ്മളൊരു സിസ്റ്റം ബിൽഡ് ചെയ്യണം. അല്ലെങ്കിൽ എങ്ങനെയൊക്കെ സിസ്റ്റം ബിൽഡ് ചെയ്യാം? ഇപ്പൊ നമ്മുടെ MA യൂസഫ് അലി, കാരണം MA യൂസഫ് അലി നമുക്കറിയാം, അദ്ദേഹം ലോകത്തിലെ ഇന്ത്യയിൽ തന്നെ ലോകത്തിലെ അറിയപ്പെടുന്ന കോടീശ്വരന്മാരാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മലയാളി കോടീശ്വരൻ, ഇന്ത്യയിലെ ടോപ്പ് 20 വരുന്ന കോടീശ്വരനാണ്. അപ്പൊ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് 65,000 സ്റ്റാഫ് ഉണ്ട്. ഇതൊക്കെ അദ്ദേഹത്തിന്റെ സ്റ്റാഫാന്ന് വിചാരിച്ചാൽ 65,000 സ്റ്റാഫ് 10 മണിക്കൂർ വെച്ച് ജോലി ചെയ്താൽ 6.5 ലക്ഷം മണിക്കൂർ ഒരു ദിവസം MA യൂസഫ് അലിക്ക് കിട്ടും. മറ്റുള്ള അപ്പൊ ഞാൻ പറഞ്ഞു അതിന് ശമ്പളം കൊടുത്താൽ മതി. അപ്പൊ നിങ്ങളുടെയൊക്കെ സമയം ഇപ്പൊ എത്രയായിരിക്കും? എന്റെ സമയം അതിനേക്കാളും കൂടിട്ടോ. അത് പറയാൻ ഞാൻ ഇതിൽ വന്നുകൊണ്ട് എന്റെ ലീവറേജ് കൂടി. നമ്മൾ ഒറ്റയ്ക്ക് ഒരാൾ ചെയ്യുമ്പോൾ 10 മണിക്കൂർക്ക് ഒരു ജോലി ചെയ്യാൻ പറ്റും ആരോഗ്യപരമായിട്ട്. അപ്പൊ അവിടെ നമ്മൾ സമയം കൂട്ടണം അല്ലെ? അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രാഞ്ചുകൾ കൂട്ടണം. നിങ്ങളുടെ ഷോപ്പിന്റെ ബ്രാഞ്ചുകൾ കൂടുമ്പോൾ നിങ്ങളുടെ ബിസിനസ് കൂടും. ഈ രീതിയിലും ചെയ്യാം. അപ്പൊ ഇവിടെ ഇതേപോലെയാണ് നമ്മൾ ഈ ബിസിനസ് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം?
മറ്റുള്ള ബ്രാൻഡുകൾ നമുക്കറിയാം, മെക്ഡോണൾഡ്സ്, KFC, ശരവണ ഭവൻ, അതുപോലെ ഡോക്ടർ പത്രാസ് ക്ലിനിക്ക്, KR ബേക്കറി. അറിയാലോ KR ബേക്കറി? നിങ്ങള് എനിക്കൊന്ന് മലപ്പുറത്തുള്ള ഒരു വ്യക്തി തുടങ്ങിയതാണെന്ന് KR ബേക്കറി അല്ലെ, KR പാലം എന്ന് പറഞ്ഞു. ഇന്ന് KR ബേക്കറി ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരുപാടുണ്ട്. അത് നിങ്ങൾക്ക് തുടങ്ങാം, പക്ഷെ നിങ്ങൾ അവർ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിക്കണം. പക്ഷെ അവിടെ തുടങ്ങിയാലും എവിടെ തുടങ്ങിയാലും നിങ്ങളെ നാട്ടിലൊരു ബിസിനസ് നടക്കുമ്പോൾ അതിന്റെ ബെനിഫിറ്റ് ഇവർക്കും കിട്ടുന്നുണ്ട്, ഒറിജിനൽ ഓണർക്ക് പോകുന്നത്. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പൊ ഇതേപോലത്തെ ഒരു സിസ്റ്റമാണ് നമുക്ക് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് നമ്മുടെ സ്ട്രക്ചർ വരുന്നത് എങ്ങനെയാണ്? നിങ്ങളെന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്നത് ഒരു ഫ്രാഞ്ചൈസി ആയിട്ട് കാണുന്നുണ്ട്. ഇപ്പൊ നിങ്ങളാണ് ഇതെങ്കിൽ നിങ്ങൾക്ക് എത്ര ഫ്രാഞ്ചൈസിയിലേക്ക് ഡയറക്റ്റ് നിങ്ങൾ ഫ്രാഞ്ചൈസി ഓപ്പൺ ചെയ്യാൻ പറ്റും? ഓക്കെ, നെറ്റ്വർക്ക് ആണോ? പലർക്കും ഒരു സംശയം, ഇത് കുറെ കണ്ടത്. അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇതൊരു ഫ്രാഞ്ചൈസിയാണ്. ഈ ഒരു A1 എന്ന് പറയുന്ന വ്യക്തി നിങ്ങളുടെ ഒരു ഫ്രാഞ്ചൈസിയാണ്. അപ്പൊ നിങ്ങളുടെ വീട് കാലിക്കറ്റ് ആണെങ്കിൽ ഇദ്ദേഹം എറണാകുളം ആണെങ്കിൽ ഇത് നിങ്ങളുടെ ഒരു ഫ്രാഞ്ചൈസിയാണ്. എറണാകുളത്തുള്ള ഒരു ബിസിനസ് സെന്റർ ആണ് നിങ്ങളുടെ. ഈ ബിസിനസ്സിലൂടെ, ഈ സെന്ററിലൂടെ, ഈ ഫ്രാഞ്ചൈസിലൂടെ എത്രത്തോളം ബിസിനസ് നടന്നാലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വരുമാനം കിട്ടും. അപ്പൊ എന്നതുപോലെ 2 ഫ്രാഞ്ചൈസി നമുക്ക് മിനിമം വരുമ്പോഴാണ് നിങ്ങൾക്ക് വരുമാനം വന്നു തുടങ്ങും. അതിന് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ മാച്ചിങ്ങിനെ ബേസ് ചെയ്താണ് ഇവിടെ പൈസ. ഇപ്പൊ ഇവിടെ A1, A2, A3, A4 അങ്ങനെ 4 വ്യക്തികളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു ഫ്രാഞ്ചൈസിയാണ്, നിങ്ങളുടെ ഒരു ബ്രാൻഡാണെന്ന് വിചാരിക്കാം. ഇവരെല്ലാവരും കൂടി ചെയ്ത വോളിയം എന്ന് പറയുന്നത് എല്ലാവരും 1000 വെച്ച് ഇവര് മാത്രം 3000 ചെയ്തു. ടോട്ടൽ ഇവിടെ 6000 ബിസിനസ് വോളിയം വന്നിട്ടുണ്ട്, 6000 ബിസിനസ് വോളിയം. ഇവിടെ എല്ലാവരും കൂടി ചെയ്ത വോളിയം എന്ന് പറയുന്നത് 11000 ബിസിനസ് വോളിയാണ്. അപ്പൊ ഇവിടെ വരുമാനം എടുക്കുന്നത് 2 സ്ട്രക്ചറിലൂടെയാണ് സെയിൽസിന്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ 6000 വോളിയമാണ് ഇവിടെ മാച്ച് ചെയ്തത്. ബാലൻസ് വരുന്ന 5000 വോളിയം ക്യാരി ഫോർവേഡ് ചെയ്യുന്നു, നഷ്ടപ്പെടുന്നില്ല, അടുത്ത ആഴ്ചയിലേക്ക് മാറ്റി വെക്കുന്നു. ആ 6000 രൂപയുടെ കാശ് ഈ മുകളിലുള്ള ആൾക്ക് കൊടുക്കുന്നു. ഇതാണ് ഈ സ്ട്രക്ചർ ബേസ് ചെയ്തിട്ടാണ് ഇവർക്ക് വരുമാനം കൊടുക്കുന്നത്, മാച്ചിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ്. ബാക്കി ഒരു 5000 ഇവിടെ ഉണ്ട്. പിന്നീട് ഇവിടെ ഒരു 12000 വോളിയം വന്നു, ഇവിടെ 5000 വന്നു. ഈ 5 കൂട്ടുന്ന സമയത്ത് 10000 ബിസിനസ് വോളിയം, 10000ത്തിന്റെ മാച്ചിങ് വന്ന് ബാക്കി 2000 കൂടി ക്യാരി ഫോർവേഡ്. ഇങ്ങനെയാണ് ഈ മാച്ചിങ് ഇൻകം നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ ബിസിനസ്സിൽ. ഹാപ്പി കിട്ടുന്നത്. അപ്പൊ മിനിമം 2 ഫ്രാഞ്ചൈസിയിലൂടെ നിങ്ങൾക്ക് ഈ കമ്പനിയുടെ എല്ലാ വരുമാനങ്ങളും ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റും, ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നമുക്ക് എങ്ങനെയൊക്കെ ഐഡി ആക്ടിവേഷൻ ചെയ്യാൻ നമ്മളൊന്ന് അറിഞ്ഞിരിക്കാം. 2 രീതിയിൽ ഐഡി ആക്ടിവേഷൻ നമുക്ക് ചെയ്യാം. ഒന്ന്, ഏത് പ്രൊഡക്റ്റ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഐഡി ആക്ടിവേഷൻ ചെയ്യാം. ആഴ്ച വരുമാനവും മാസ വരുമാനവും കിട്ടും. അത് നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ എടുക്കാം, നിങ്ങളുടെ ചോയ്സ് ആണ് കേട്ടോ, നിർബന്ധമൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി ഡെയിലി ഇൻകവും ലൈഫ് ടൈമും കൂടി കിട്ടണമെങ്കിൽ നിങ്ങൾ ഇതിന്റെ കൂടെ പാക്കേജ് എന്ന് പറയുന്ന പ്രൊഡക്റ്റുകളുണ്ട്, പാക്കേജ് പ്രൊഡക്റ്റുകൾ. ആ പാക്കേജിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 4 ടൈപ്പ് ഇൻകം കൂടി കമ്പനി തരുന്നുണ്ടാവും. മറ്റേ നമ്മൾ 2 ടൈപ്പ് ഇൻകമേ തരുന്നുള്ളൂ. അല്ലെങ്കിൽ എന്നാണോ നിങ്ങൾ ആക്ടിവേഷൻ ചെയ്യുന്നത് അന്ന് 4 ടൈപ്പ് ഇൻകത്തിന് നിങ്ങൾ യോഗ്യനായി നടത്താം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണ്? പ്രൊഡക്റ്റുകൾ നമുക്ക് ഇവിടേക്ക് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ കൊണ്ടുവന്നിട്ടില്ല. ഓൾറെഡി പിക്ചറിലൂടെ നമുക്ക് കാണാം. പ്രൊഡക്റ്റിന്റെ ഒരുപാട് പ്രൊഡക്റ്റ് റേഞ്ച് നമുക്ക് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു 400-ലധികം പ്രൊഡക്റ്റുകളുണ്ട്. 3 പ്രൊഡക്റ്റുകളുടെ റേഞ്ച് നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പാക്കേജ് നോക്കാം. പാക്കേജ് ഇപ്പൊ 3 പാക്കേജുകളാണ് വരുന്നത്. ഇതിന് ബൂസ്റ്റർ പാക്കേജ് എന്നാണ് പറയുന്നത്. ഈ പാക്കേജിലാണ് നിങ്ങൾ ആദ്യത്തെ പർച്ചേസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ടൈപ്പ് വരുമാനത്തിനും നിങ്ങൾ എലിജിബിൾ ആയെന്ന് നിങ്ങൾ മനസ്സിലാക്കും. നേരെ മറിച്ച് നിങ്ങൾ ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റുകളാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ 2 ടൈപ്പ് ഇൻകത്തിന് മാത്രമേ എലിജിബിൾ ആവും. അപ്പൊ ഈ പാക്കേജ് എന്തൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ 3 ടൈപ്പ് പാക്കേജുകളാണുള്ളത്. ആദ്യത്തെ പാക്കേജിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 8000 റുപ്പീസ് ആണ്. 8000 റുപ്പീസിന് 25 പ്രൊഡക്റ്റിന്റെ FMCG കിറ്റ് ആണ്. വീട്ടാവശ്യത്തിൽ ഉപയോഗിക്കുന്ന നമ്മൾ പേസ്റ്റ്, സോപ്പ്, റൈസ് ബ്രാൻ ഓയിൽ, സാനിറ്ററി പാഡ്, അങ്ങനത്തെ വരുന്ന ഷാമ്പു, കണ്ടീഷണർ വരുന്ന മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി വരുന്ന ഒരു 25 പ്രൊഡക്റ്റ് കിറ്റാണ് വരുന്നത്. ഇതിന് 2000 ബിസിനസ് വോളിയം ഉണ്ടാവും. റിവാർഡ് പോയിന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. റിവാർഡ് പോയിന്റിന് അനുസരിച്ചാണ് നമ്മൾ 4ാമത്തെ ഇൻകം കൂടി കിട്ടുന്നത്, ലൈഫ് ടൈം ഇൻകം. 2ാമത്തെ പാക്കേജ് എന്ന് പറയുന്നത് നമ്മുടെ 7500 രൂപയുടെ 3 പ്രൊഡക്റ്റുകളാണ്. ന്യൂട്രിമാക്സ് എന്ന് പറയുന്ന നമുക്ക് ഒരു ന്യൂട്രീഷൻ സപ്ലിമെന്റ്സ് ആണ്. നിങ്ങൾ ഒരു നേരത്തെ ഭക്ഷണം അവോയ്ഡ് ചെയ്തിട്ട് ഒരുപാട് പ്രോട്ടീനും വൈറ്റമിനും മിനറൽസും ഒക്കെ ഉള്ള കണ്ടന്റ് ആണ്, കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഒരു നേരത്തെ മീൽസ് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്തുകൊണ്ട് ഇത് കഴിക്കാം. അതുപോലെ ട്രസ്റ്റ് ബെറി എന്ന് പറഞ്ഞിട്ട് ഹൈലി ആന്റി ഓക്സിഡന്റ് ആയിട്ടുള്ള ബെറി ഫ്രൂട്ട്സിന്റെ കണ്ടന്റ് ആണ്. നമുക്കറിയാം ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ കഴിവുള്ളത് ബെറി ഫ്രൂട്ട്സിനാണ്. ഫ്രൂട്ട്സിനാണ് ഏറ്റവും കൂടുതൽ കഴിവ്, അതിൽ ഏറ്റവും കൂടുതൽ ബെറി ഫ്രൂട്ട്സിനാണ്. ആന്റി ഓക്സിഡന്റ് ഏറ്റവും കൂടുതൽ ബെറി ഫ്രൂട്ട്സ്. അത് അതിന്റെ ഒരു 24 ടൈപ്പ് ബെറി ഫ്രൂട്ട്സിന്റെ ബ്ലെൻഡഡ് അതിന്റെ എക്സ്ട്രാക്ട് ആണ് ഈ ഒരു ജ്യൂസ്. സൂപ്പർ ഇതാണ്. ഇത് 3 കൂടി വരുന്നത് 7500 ആണ്. ഇതിന് വോളിയം കുറച്ചുകൂടി കുറയും. പിന്നെ അടുത്തൊരു പാക്കേജ് എന്ന് പറഞ്ഞാൽ 6000 രൂപന്റെ പാക്കേജ് ആണ്. ഇതിന് നമുക്ക് 2 പ്രീമിയം ജ്യൂസ്, നോനി ജ്യൂസ് വരുന്നത് പറയാം.
സർവ്വരോഗ സംഹാരിണി എന്ന് പറയുന്ന ഒരു ജ്യൂസാണ് നോനി തരം, മൊറിൻഡ സെറ്റിഫോളിയ. നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന പല സ്ഥലങ്ങൾ കാണാം, പ്രത്യേകിച്ച് പാലക്കാട് ഏരിയ അതുപോലെ കാസർഗോഡ് ഏരിയ ഒക്കെ ഉണ്ട് നമ്മുടെ കേരളത്തിൽ കൂടുതൽ. അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മൾ കോഴിക്കോട്, നിങ്ങൾ ഇവിടെ കോഴിക്കോടൊക്കെ വരികയാണെങ്കിൽ ബീച്ചിലുണ്ട്, കോഴിക്കോട് ബീച്ചിലേക്ക് വന്നാൽ നമുക്ക് കാണാൻ പറ്റും. ഈ നോനിപ്പഴം എന്നതിന് പറയാം, കാക്കപ്പഴം എന്നതിന് പറയും. അപ്പൊ ഈ പഴത്തിന് ഇതിന്റെ എക്സ്ട്രാക്ട് ആണത്, 2 പ്രീമിയം ജ്യൂസ് ആണ് വരുന്നത്. അതിന്റെ കൂടെ അശ്വഗന്ധ വരുന്നുണ്ട്, ഗൂസ്ബെറി വരുന്നുണ്ട്, ഗ്രേപ്പ് സീഡ് ഓയിൽ വരുന്നുണ്ട്. ഗ്രേപ്പ് സീഡ് വരുന്നുണ്ട്, ഓയിൽ അല്ല ഏത്. അതുപോലെ മറ്റൊരു വെർത്തുഫുൾ പ്രൊഡക്റ്റ് ആണ് ബയോമാഗ്നറ്റിക് വാട്ടർ എനർജി പാക്ക്. ഇന്ന് ശാസ്ത്രം സയൻസ് കണ്ടുപിടിച്ച പുതിയൊരു സംഭവമാണ് നാച്ചുറൽ മാഗ്നറ്റ്. നാച്ചുറൽ മാഗ്നറ്റ് ഓൾറെഡി നമ്മുടെ ഭൂമിയിലുണ്ട്. പക്ഷെ നാച്ചുറൽ മാഗ്നറ്റിന് ഒരു പ്രത്യേകത ഉണ്ട്, നമ്മുടെ ശരീരത്തിന്റെ ബ്ലഡിന്റെ സർക്കുലേഷൻ ഒക്കെ വളരെ സ്മൂത്തർ വരേക്ക് കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ട് തന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത പല അസുഖങ്ങളും നമുക്ക് മാറ്റാൻ പറ്റും. അപ്പൊ അത് നമ്മൾ മാട്രസിന്റെ രൂപത്തിൽ, ബെഡിന്റെ മാട്രസിന്റെ രൂപത്തിൽ കിട്ടും. അതുപോലെ വാട്ടർ, നമ്മൾ വാട്ടർ ബോട്ടിന്റെ വെള്ളത്തിന് ചുറ്റും നമ്മൾ ഒട്ടിച്ചു വെക്കുന്ന പ്രൊഡക്റ്റ് ആണ് ഇത്. അതിന്റെ കൂടെ ഹെഡ് ബെറ്റും വരും. അത് വെള്ളത്തിന്റെ തന്മാത്രയിൽ മാറ്റങ്ങൾ വരുത്തി അസിഡിറ്റി ഫോമിൽ നിന്ന് മാറ്റി നമ്മുടെ ആൽക്കലൈനിലേക്ക് മാറ്റാനുള്ള കഴിവുണ്ടെന്ന് പറയും. അപ്പൊ ആ വെള്ളം കുടിച്ചാൽ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ആണ്. അതുപോലെ നമ്മൾ തലവേദനയ്ക്ക് വേണ്ടി അത് നമ്മൾ ഇവിടെ വെച്ച് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മാറ്റം ഉണ്ട്. അപ്പൊ ഇത് തീർന്നു പോലെ ഈ പ്രൊഡക്റ്റ്, ഇത് നിങ്ങൾക്ക് വെർത്താണ്. ഇത് എത്ര കാലം വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, യൂസ്ഫുൾ ആണെന്ന് മനസ്സിലാക്കുക. ഇത് ഒരിക്കലും തീരില്ലല്ലോ, ഇത് എത്ര ലൈഫ് ടൈം ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഇത് പർച്ചേസിങ് ഇത് ചെയ്യാം. അങ്ങനെ 3 ടൈപ്പ് പ്രോഡക്റ്റുകളാണ് നമുക്ക് പാക്കേജ് അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് വരുന്നത്. ഇതിൽ ഏത് വേണമെങ്കിൽ എടുക്കാം. 4ാമത്തെ ഇനി പാക്കേജുകൾ കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിലവിൽ 3 ഇതിൽ ഏത് വേണമെങ്കിൽ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് അസോസിയേറ്റ്. ഫസ്റ്റ് പർച്ചേസാണ് ഞാൻ പറഞ്ഞത്, പിന്നീട് നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ എടുക്കാം. ഞാൻ പറഞ്ഞ ആദ്യത്തെ പർച്ചേസ് നിങ്ങൾ തന്നെ കംപ്ലീറ്റ് ചെയ്താൽ ഈ 4 ടൈപ്പ് വരുമാനത്തിന് നമ്മൾ എലിജിബിൾ ആയി കഴിഞ്ഞു. ഓക്കെ, ഇനി എങ്ങനെയാണ് ഡെയിലി ഇൻകം? ഡെയിലി ഇൻകം എന്ന് പറഞ്ഞാൽ ദിവസം 2000 രൂപ വെച്ചുണ്ടാക്കാം. പക്ഷെ വെറുതെ തരുമോ? ഇല്ല. കേൾക്കുമ്പോൾ നല്ല സുഖമുണ്ട് അല്ലേ, 2000 രൂപ കിട്ടുന്നത്. അപ്പൊ നിങ്ങളൊരു കട തുടങ്ങി, ഒരു ടെക്സ്റ്റൈൽ കട തുടങ്ങി, അല്ലെങ്കിൽ ഒരു പർദ്ദന്റെ കട തുടങ്ങി. ഒരു പർദ്ദന്റെ കട തുടങ്ങി, അവിടെ ആൾക്കാർ വരുന്നുണ്ട്, നോക്കുന്നുണ്ട്, പോകുന്നുണ്ട്, വാങ്ങുന്നില്ല. ബിസിനസ് നടക്കും? ഇല്ല. ഏത് കടയായിക്കോട്ടെ നടക്കും? ഇല്ല. എന്നതുപോലെ നിങ്ങളിവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, നിങ്ങൾ മിനിമം എത്ര പേര് മതി? നമ്മുടെ ഒരു 2 വ്യക്തികളുടെ അവസരം ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്തു. അവർ ഇതുപോലെ 2 പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1000 രൂപ കിട്ടും. സ്പോട്ടിൽ കിട്ടുന്ന ചില അപ്പം തന്നെ അക്കൗണ്ട് വരില്ല, ആ വീക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ കിട്ടും. 1000 രൂപ കിട്ടുന്നു. അടുത്ത അതായത് ഒരു ദിവസം നമുക്ക് മാക്സിമം ഡെയിലി ഇൻകം മാത്രം 2000 രൂപ ഏണിംഗ് ഉണ്ടാക്കാം. 12 മണിക്കൂർ കൊടുക്കും. രാവിലെ 12 മണിക്കൂർ 1000, അടുത്ത 12 മണിക്കൂർ 1000, ഡെയിലി 2000 രൂപ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ബൂസ്റ്റർ ഇൻകം എന്ന് പറയും. പിന്നെ വരുന്നത് ഇതിന് നമ്മൾ ചെറിയൊരു കണക്ക് പറഞ്ഞുതരാം. നമ്മൾ ഈ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ തന്നെ നമുക്ക് ബെനിഫിറ്റ് കിട്ടുകയാണേ. ഈ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ആ 8000 രൂപയുടെ പാക്കേജിൽ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞുതരാം. നിങ്ങൾ എടുക്കുന്ന സമയത്ത് 9500 അതിന്റെ MRP വരിക, 1500 രൂപ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടി. സ്പോട്ടിൽ 600 രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റ് കിട്ടുന്നു. 140 രൂപ നിങ്ങളുടെ ക്യാഷ് അക്കൗണ്ടിലേക്ക് വരുന്നു. ഇത് കൂടാതെ 4 മാസം എടുക്കുമ്പോൾ 5ാമത്തെ മാസം നിങ്ങൾക്ക് ഫ്രീ 1000 കിട്ടുമല്ലോ. അപ്പൊ ബാക്കി 3 മാസം എടുത്താൽ ആദ്യം അപ്പൊ നിങ്ങൾക്ക് ഒരു മാസത്തേക്ക് 250 രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റ്. അത് ഇപ്പൊ ഒരു മാസത്തേക്ക് നമുക്ക് 250 രൂപയുടെ ബെനിഫിറ്റ് ഉണ്ടാവും. അപ്പൊ ടോട്ടൽ നമുക്ക് ഈ 2490 രൂപ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ തന്നെ ബെനിഫിറ്റ് കിട്ടി. പ്ലസ് നിങ്ങൾ 2 പേരെ സ്പോൺസർ ചെയ്യണം, അവിടെ നിങ്ങൾക്ക് 1000 രൂപ അതും കിട്ടുന്നു. മാച്ചിങ് ബോണസ് 7% 140 രൂപ, 1140 രൂപ അത് ഇൻകം ആയി കിട്ടുന്നു. ടോട്ടൽ നിങ്ങൾക്ക് 3630 രൂപയുടെ ലാഭം കിട്ടുക. ആലോചിച്ച് നോക്കിയേ, ഉൽപ്പന്നം വാങ്ങുന്നതിന് അവിടെ ലാഭം കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഇത് നമുക്ക് എടുക്കുന്നത്. ഇനി വീക്കിലി ഇൻകം എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയിൽ 2,11,000 നിങ്ങൾക്ക് മാക്സിമം ഒരാഴ്ചയിൽ ഉണ്ടാക്കാൻ പറ്റും. അത് 1000 BV മാച്ച് ചെയ്യുന്ന സമയത്ത് അതിന്റെ 7%. എത്ര BV ആണ് അതിന്റെ 7%? 70 രൂപ. 10,000 മാച്ച് ചെയ്യുമ്പോൾ 700 രൂപ. മാക്സിമം എത്ര ഒരു ആഴ്ചയിൽ കിട്ടും? 2,11,000. ഇനി വീക്കിലി ഇൻകത്തിൽ നമുക്ക് മിനി CP ഇൻകം ഒരാഴ്ചയിൽ തന്നെ 10,000 ബിസിനസ് വോളിയം ഓർഗനൈസേഷൻ 1ലും 2ലും വരുമ്പോൾ നമുക്ക് മാച്ചിങ് ബോണസ് കൂടാതെ 1000 രൂപ കിട്ടും. അതാണ് മിനി CP. ഇനി 25,000 വോളിയം അതിൽ കൂടുതൽ ഒരാഴ്ചയിൽ വരുമ്പോൾ മാച്ചിങ് ബോണസ് കൂടാതെ ഫ്രഷ് ബോഡിയാണ് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചത്തെ ബാലൻസ് കൂടാതെ തന്നെ പുതിയ ബോഡിയത്തിൽ 25,000 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 2000 രൂപയിൽ കിട്ടും മാച്ചിങ് ബോണസിന് പുറമെ. അപ്പൊ നമ്മളിവിടെ എക്സാമ്പിൾ കാണിച്ചില്ല. ഡെയിലി ഇൻകം വീക്കിലി ഇൻകം മാത്രമുള്ള എക്സാമ്പിൾ ആണ്. ഇവിടെ ഡെയിലി പാക്കേജിലൂടെയാണ് ഈ വോളിയം വന്നതെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ഇൻകം 12,000 രൂപ കിട്ടും. 25,000 BV മാച്ച് ചെയ്യുമ്പോൾ ഒരാഴ്ച നമുക്കൊരു ഇവിടെ ഒരു കണക്ക് കാണിച്ചെന്നുള്ളൂ. ഇവിടെ വീക്കിലി മാച്ചിങ് ബോണസ് 1,750, CP ബോണസ് 2000, 15,750 രൂപ നിങ്ങൾക്ക് മാക്സിമം വെറും 25,000 BV മാക്സിമം ഉണ്ടാക്കട്ടോ. മാക്സിമം ആണ് അവിടെ കാണിച്ചത്. ഇനി ടോട്ടൽ നമുക്ക് നോക്കുന്ന സമയത്ത് ഡെയിലി ഇൻകം ഒരു മാസത്തേക്ക് 60,000, മാച്ചിങ് എല്ലാം കൂടി നോക്കുമ്പോൾ ഒരു 9,12,000 രൂപ നിങ്ങൾക്ക് ഉണ്ടാക്കാം. കൺഫ്യൂഷൻ ആവണ്ട ഞാൻ അങ്ങനെ പറഞ്ഞത്. 9,12,000 ഒരു മാസം ഉണ്ടാക്കാം.
മന്ത്ലി ഇൻകം എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ആണ്, എത്ര വേണമെങ്കിലും ഉണ്ടാക്കാം. ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ മന്ത്ലി ഇൻകത്തിന് വേണ്ടി സെപ്പറേറ്റ് വോളിയം ബിസിനസ് ഒന്നും കൊണ്ടുവരണം. ഡെയിലി ഇൻകത്തിന് നിങ്ങൾ പണിയെടുക്കുന്നു, ആളുകളോട് ബിസിനസ് പറയുന്നു, ആളുകൾ പർച്ചേസ് ചെയ്യുന്നു, ആ പണി വീക്കിലി ഇൻകത്തിലേക്കും കിട്ടുന്നു, അതേ വോളിയം അതന്നെ മന്ത്ലിക്കും കിട്ടും, അതന്നെ ലൈഫ് ടൈം ഇൻകത്തിലേക്ക് കിട്ടും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ ഇവിടെ ഡിഫറെന്റ് ടൈറ്റിൽസിലാണ് നമുക്ക് പൈസ കിട്ടുന്നത്. ഒരുപാട് ഏറ്റവും കൂടുതൽ ഇൻകം കിടക്കുന്നത്, നമ്മുടെ വരുമാനം കിടക്കുന്നത്, HHIയുടെ വരുമാനം കിടക്കുന്നത് മന്ത്ലി ഇൻകത്തിലാണ് കേട്ടോ. അപ്പൊ ഇത്രയും ടൈറ്റിൽസിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഇൻകം തരുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റ് എടുത്താലും ഈ മന്ത്ലി ഇൻകത്തിന് എലിജിബിൾ ആണ്, ബൂസ്റ്റർ ആണെങ്കിലും കിട്ടും, നോ പ്രോബ്ലം. അപ്പൊ ഇവിടെ ഒരു കാൽക്കുലേഷൻ എടുക്കുമ്പോൾ എങ്ങനെയാണ്, നമ്മൾ ഒരു 50,000 ബിസിനസ് വോളിയം വരുന്ന സമയത്ത് മന്ത്ലി ഇൻകത്തിന്റെ കാൽക്കുലേഷൻ എടുക്കുമ്പോൾ ഓൾമോസ്റ്റ് പ്ലാറ്റിനം എന്ന് പറയുന്ന ടൈറ്റിലായിരിക്കും, മന്ത്ലി മാത്രമാണ്. അപ്പൊ 50,000 ഇപ്പോഴത്തെ വാല്യൂ 1000 ആണ്. എത്ര ഇതിന് കുറെ ടൈറ്റിൽസ് ഇതിന്റെ താഴെ ഉണ്ട്, അതിനെ ബേസ് ഏകദേശം ഒരു 7,200 രൂപ നിങ്ങൾക്ക് ഇൻകം കിട്ടും. ഇവിടെ പ്ലാൻ ഡീറ്റെയിൽ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ ഇവിടെ ടോട്ടൽ ആയിട്ട് നമ്മൾ കാൽക്കുലേഷൻ നോക്കുമ്പോൾ ഒരു 50,000 വോളിയം വരുന്ന സമയത്ത് ഡെയിലി, വീക്കിലി, മന്ത്ലി എല്ലാം കൂടി ഒരു ഇൻകം നോക്കുമ്പോൾ 50,000 വോളിയത്തിൽ 24,000 ഇൻകം ഡെയിലി ഇൻകത്തിലും, വീക്കിലി ഇൻകം 7,500, ബാക്കി വരുന്ന ഇൻകം മന്ത്ലി, ടോട്ടൽ 38,700 രൂപ നിങ്ങൾക്ക് വെറും 50,000 വോളിയത്തിൽ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു പ്ലാൻ വെച്ച്, മാക്സിമം ഇൻകം. ഓക്കെ, അതുപോലെ തന്നെ ലൈഫ് ടൈം ഇൻകം എന്ന് പറയും. ഇതൊരു ആജീവനാന്ത ഇൻകം എന്നൊക്കെ പറയും. ഇതിനൊന്നും നമ്മൾ സെപ്പറേറ്റ് എഫേർട്ട് ഇടണ്ട, ഒരു തവണയുള്ള എഫേർട്ടിനെ ബേസ് ചെയ്തിട്ടാണ് ബാക്കി എല്ലാം ഇൻകം കിട്ടുന്നത്. ഇവിടെ സമയബന്ധിത സമയമൊന്നുമില്ല. മാക്സിമം 1,90,00,000 രൂപ വരെ ഉണ്ടാക്കാം, ടൂറും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. അപ്പൊ ഇവിടെ പല ഡിഫറെന്റ് ആയിട്ടുള്ള സ്ലാബുകൾ നിങ്ങൾക്ക് കാണാം. ഈ സ്ലാബിലൂടെയാണ് വരുമാനം തരുന്നത്. മിനിമം ഒരു 10 റിവാർഡ് പോയിന്റ്, 10 റിവാർഡ് പോയിന്റ്. ഈ റിവാർഡ് പോയിന്റ് എന്താണ്, നമ്മൾ നേരത്തെ എടുത്ത പാക്കേജിന്റെ മുകളിൽ കാണിച്ചിട്ടുണ്ടാവും റിവാർഡ് പോയിന്റ്. ഈ റിവാർഡ് പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണ് ലൈഫ് ടൈം ഇൻകം കിട്ടുന്നത്. 10 എന്ന് വരുന്നു അന്ന് 1000 രൂപ കിട്ടും. അത് എന്നാണോ 25 ടച്ച് ചെയ്യുന്നത് അന്ന് 2,200 രൂപ കിട്ടും. അത് രസം വെച്ചാൽ ഇതിൽ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുന്നില്ല, രണ്ട് സൈഡിലും ക്യാരി ഫോർവേഡിങ് ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാണോ ഈ സ്ലാബുകൾ ടച്ച് ചെയ്ത് ആ സ്ലാബിനനുസരിച്ച് നിങ്ങൾക്ക് വരുമാനം തന്നുകൊണ്ടിരിക്കും, ആ സ്ലാബ് ടച്ച് ചെയ്യുമ്പോൾ. അപ്പൊ ടോട്ടൽ ഒരു ക്ലാരിഫിക്കേഷൻ നോക്കാം. ഡെയിലി, വീക്കിലി, മന്ത്ലി ആൻഡ് ലൈഫ് ടൈം ഇൻകം ഒരു കാൽക്കുലേഷൻ എടുക്കുമ്പോൾ 1,00,000 BV-യിൽ ഏറ്റവും കൂടുതൽ ഇൻകം നമുക്ക് നോക്കുമ്പോൾ ഡെയിലി ഇൻകം 48,000, വീക്കിലി ഇൻകം 15,000, ബാക്കി വരുന്നതൊക്കെ മന്ത്ലി പ്ലസ് ലൈഫ് ടൈം ഇൻകം എടുക്കുമ്പോൾ 82,200 രൂപ 1,00,000 BV-യിൽ ഉണ്ടാക്കാം. 1,00,000. ഇത് ഇൻഡസ്ട്രി, ഈ ബിസിനസ്സിൽ ഇതിനു മുമ്പ് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവും. പുതിയ ആളുകൾക്ക്, ഇത് ആദ്യമായിട്ട് വരുന്ന ആളുകൾക്ക് ഇത് അത്രയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നൊരു തോന്നുന്നുണ്ടാവും. പക്ഷെ ഇന്ന് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഈ ഒരു ഇൻകം 1,00,000 BV-യിൽ ഒരു ഇൻകം എടുക്കുക എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് നമ്മൾ എടുക്കുന്ന സമയത്ത് 4,00,000, ഒരു 82,200 രൂപ നമുക്ക് മാക്സിമം കിട്ടും. നമ്മുടെ പാക്കേജ് വരുന്നത് 8,000-ന്റെ പാക്കേജ് ആണ് കാണിച്ചത്. ഓൾമോസ്റ്റ് ഒരു 8,540. അപ്പൊ ഏകദേശം 4,00,000, 8,00,000 രൂപയുടെ ബിസിനസ്സിലാണ് നമുക്ക് 82,400 രൂപ റിലീസ് ചെയ്ത് 8,00,000 രൂപയുടെ ബിസിനസ് നമ്മൾ നമ്മുടെ ഷോപ്പിലൂടെ കൊടുക്കുമ്പോൾ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതുപോലെ ഒരുപാട് ഫോറിൻ ഡൊമസ്റ്റിക് ട്രിപ്പുകൾ കമ്പനി തരുന്നുണ്ട്. പിന്നെ ഈ ഒരു വ്യക്തിയാണ് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ, ഈ ഒരു കമ്പനിയിൽ ഏറ്റവും കൂടുതൽ വരുമാനമാകുന്ന വ്യക്തി, മിസ്റ്റർ പവൻദീപ് അറോറ എന്ന് പറയും. ഇദ്ദേഹത്തിന് ഐ ക്വാളിഫൈഡ് ഒന്നല്ല, ആള് വെറും 8ാം ക്ലാസ് ക്വാളിഫൈഡ് ആയിട്ടുള്ളൂ. ഇത്രയേ ഉള്ളൂ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യത. ഞാൻ പറഞ്ഞല്ലോ, ഈ ബിസിനസ് ചെയ്യണമെങ്കിൽ 18 വയസ്സ് കഴിഞ്ഞാൽ മാത്രം മതി. വിദ്യാഭ്യാസ യോഗ്യത ഒന്നും പ്രശ്നമല്ല കേട്ടോ. അപ്പൊ ഈ വ്യക്തി ഇന്ന് വാങ്ങുന്ന ഇൻകം എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് ഇദ്ദേഹം ഈ ബിസിനസ്സിലൂടെ വാങ്ങിയത് 7ാമത്തെ വർഷത്തിൽ ഒരു മാസം വാങ്ങിയ ഇൻകം 93 ലക്ഷം രൂപയാണ്. ഇപ്പൊ ആവറേജ് 75 to 80 lakhs മന്ത്ലി ഇപ്പൊ ഏൺ ചെയ്യുന്നുണ്ട്. ഹയസ്റ്റ് വാങ്ങിയത് 93 ആണ്. അത് 7 വർഷം കൊണ്ടാണ്. മിസ്റ്റർ പവൻദീപ് അറോറ എന്ന് പറയും. ഇദ്ദേഹത്തിന്റെ വീട് പഞ്ചാബിലാണ്. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ കഴിഞ്ഞ 22 വർഷമായിട്ട് ഇദ്ദേഹത്തിന്റെ സാന്നിധ്യമുണ്ട്. കമ്പനിയുടെ നാഷണൽ പ്രൊമോട്ടറും കൂടിയാണ്. അപ്പൊ ആ രീതിയിൽ വരുമാനം ഏൺ ചെയ്യുന്നത് ഡയറക്ട് സെല്ലിംഗിന്റെ ഏറ്റവും വലിയ റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ഇദ്ദേഹം 7 വർഷം കൊണ്ട് 93 ലക്ഷം ടച്ച് ചെയ്ത ഒരു ലീഡറൊന്നും ഇന്ത്യയിൽ ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 24 വർഷം കൊണ്ടൊക്കെ 1.5 കോടി ഒക്കെ വാങ്ങുന്ന ആളുകളുണ്ട്, 1.5 കോടി വാങ്ങിയ ആൾക്കാരുണ്ട്. ഇദ്ദേഹം 7 വർഷം കൊണ്ടാണ് 93 ലക്ഷം ടച്ച് ചെയ്തത്. വളരെ ഫാസ്റ്റ് ആണ്. 2 lakh ജനറേഷൻ പ്ലാൻ ആണ് ബിസിനസ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കമ്പനിയുടെ ഭാഗത്ത് നിന്ന് വലിയൊരു ട്രെയിനിങ് സിസ്റ്റം ഉണ്ട്. കമ്പനിക്ക് സ്വന്തമായിട്ടുള്ള യൂട്യൂബ് ചാനലിൽ കൂടെ നമുക്ക് ഒരുപാട് പ്രോഗ്രാംസുകൾ കേൾക്കാൻ പറ്റും. കമ്പനിയുടെ സൂം മീറ്റിംഗ്സുകൾ ഉണ്ടാവും, അതിലൂടെ കേൾക്കാം. അതുപോലെ കമ്പനി കണ്ടക്ട് ചെയ്യുന്ന പ്രോഗ്രാമുകൾ ഉണ്ടാവും, സെമിനാറുകൾ ഉണ്ടാവും. ഇതിലൂടെയൊക്കെ നമുക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. അപ്പൊ എല്ലാം ഇത് ഒറ്റയ്ക്കല്ല, നമ്മൾ ഒരുമിച്ച് ചെയ്യുന്ന ഒരു ബിസിനസ് ആണെന്ന് ആദ്യം മനസ്സിലാക്കുക. ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വലിയൊരു റവല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്തത്. ഒരുപക്ഷെ ഞാനിവിടെ പറഞ്ഞ കാര്യങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്ക് ഒന്നും ചിലപ്പോൾ മനസ്സിലാക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അദ്ദേഹം
എന്തൊക്കെയോ അവിടെ വിളിച്ച് പറഞ്ഞ് പോയിട്ടുണ്ടെന്ന് പറയും അല്ലേ. അപ്പം സംശയം ഉണ്ടാവും. അപ്പൊ ആരാണോ നിങ്ങൾക്ക് ഇവിടെ ഇതിനെ പറ്റി നിങ്ങൾ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തത്, ഇതിന് ശേഷം മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇവിടെ ഇരുന്ന് സംസാരിച്ചിട്ട് ഡൗട്ട് ക്ലിയർ ചെയ്തിട്ട് പോകാം. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഇതൊരു ഒറ്റയ്ക്കുള്ള ബിസിനസ് അല്ല, നമ്മളൊരു കൂട്ടായ്മയിലൂടെ ചെയ്യുന്ന ഒരു ബിസിനസ്സാണ്. അപ്പൊ ഇതിന് പല മേഖലയിലുള്ള ആളുകൾ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നുണ്ടാവും. അപ്പൊ ഇവരൊക്കെ നമ്മൾ ട്രെയിനിങ് കൊടുത്ത് അവരുടെ ഇത് പൈസ മാത്രമല്ല കേട്ടോ. ഇപ്പൊ ഞാനിവിടെ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഒരാളെ നിങ്ങളെ കൂടെ വിളിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ സംസാരിക്കാൻ, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളെ പേര് പറയാൻ പറഞ്ഞാൽ എത്ര പേർക്ക് പറ്റും? വെറുതെ വിളിക്കണോ? വേണ്ടല്ലോ, പേടിയുണ്ടോ അല്ലെ? ഇത് കാണാൻ നമുക്ക് സുഖമാണ്, പക്ഷെ ഇവിടെ നിന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞാല് പേടിയാണ്. പക്ഷെ ഞാൻ ഇങ്ങനെയായിരുന്നു. ഇതുപോലെ 2015 ഇതുപോലെ ഒരു മീറ്റിങ്ങില് എന്നോട് MC ആവാൻ പറഞ്ഞു. അത് ഇത്ര ആൾക്ക് തന്നെ ഉണ്ടാവും. അപ്പൊ എന്നോട് പറഞ്ഞ ആള് തിരിഞ്ഞു നോക്കുമ്പോൾ അയാൾ എന്നെ കാണുന്നില്ല. ഞാൻ ബാത്റൂമിൽ കയറി വിളിച്ചു. ഓക്കെ, കൈയും കാലൊക്കെ വിറക്കിയാണ് ഇങ്ങനെ മൈക്കൊക്കെ പിടിക്കുമ്പോൾ. അപ്പൊ ആ രീതിയിലായിരുന്നു. അവിടുന്ന് എനിക്ക് നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കാനുള്ള കോൺഫിഡൻസ് കിട്ടിയത് എന്നാണ് ഈ ബിസിനസ്. പലപ്പോഴും നമ്മൾ മാനസികമായി തളരുന്ന സമയത്ത് നമുക്ക് മുന്നോട്ട് പോവാൻ നിന്നെ കൊണ്ട് പറ്റും, നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു തന്നത് ഞാൻ കേട്ടതും ഈ വ്യവസായത്തിൽ വന്നു. എന്നെ അറിയുന്ന ഒരുപാട് സുഹൃത്തുക്കളും ബന്ധുക്കളും ഉണ്ട്. പക്ഷെ ഇന്നേ വരെ അവരെന്നോട് പറഞ്ഞിട്ടില്ല നിന്നെ കൊണ്ട് പറ്റും ചെയ്യുന്നത്. കാരണം നമ്മളെ തളർത്തിയിട്ടുള്ളൂ. പക്ഷെ ഇവിടെ ഈ ബിസിനസ്സിൽ വന്ന സമയത്താണ് നമ്മളെ വളർത്താനുള്ള കാര്യങ്ങൾ ചെയ്തത്. അപ്പോൾ ഈ ബിസിനസ് എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ്. നിങ്ങൾക്ക് ഏത് തലത്തിലേക്ക് ഉയരാൻ പറ്റുന്നു ആ തലത്തിലേക്ക് ഉയരാൻ പറ്റുന്ന ഒരു ബിസിനസ് മേഖലയാണ് ഡയറക്ട് സെല്ലിംഗ്. അതിന് പറ്റുന്ന ഏറ്റവും നല്ലൊരു കമ്പനിയിലേക്കാണ് ഞാൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്തത്. നമ്മുടെ കേരളത്തിൽ ഇന്നിപ്പോൾ ഓൾറെഡി നമ്മൾ 7 പ്രോഗ്രാമുകൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു, ഉച്ചയ്ക്ക് ശേഷമായിട്ട്. അപ്പോൾ ആളുകൾ നമ്മൾ വെറും 2 വർഷമായിട്ടുള്ളൂ കേരളത്തിലേക്ക് ഈ ഒരു ബിസിനസ് എൻ്റർ ചെയ്ത്. 2-2.5 വർഷമായിട്ടുണ്ടോ. നമ്മളിവിടെ ഒരു ബിഗിനിങ് സ്റ്റേജിലാണെന്ന് മനസ്സിലാക്കുക. ഇൻഡസ്ട്രി ഇത്രയും കാലമുള്ള പോലത്തെ ഒന്നുമല്ല. കാലഘട്ടം മാറി, റൂള് വന്നു, നിയമം വന്നു, മോണിറ്ററി മെക്കാനിസം വന്നു കഴിഞ്ഞു. ഇനി ഏറ്റവും കൂടുതൽ ആളുകൾ ബിസിനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് യൂത്ത്. കേരളം വിട്ട് പല യൂത്തും ഇവിടുന്ന് പോകുന്നുണ്ട്. പക്ഷെ എല്ലാവരും ഇനി തിരിച്ചു വരും. ഇനി പോകേണ്ടി വരില്ല. കാരണം തൊഴിലവസരങ്ങൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവിടെയാണ് എത്ര തൊഴിൽ വേണമെങ്കിൽ കൊടുക്കാൻ പറ്റുന്ന മേഖലയാണ് ഡയറക്ട് സെല്ലിംഗ്. സ്ത്രീ ശാക്തീകരണം നടക്കുന്ന മേഖല. സ്ത്രീകൾ, വീട്ടമ്മമാര് ഇന്ന് പുറത്തേക്ക് ഇറങ്ങി ഒരുപാട് വീട്ടിൽ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയില്ലേ, അന്ന് ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഇന്ന് ഈ ബിസിനസ്സിലാണെന്ന് മനസ്സിലാക്കി. അപ്പൊ നല്ലൊരു ക്ലാപ്പ് നിങ്ങൾ ലേഡീസ് നിങ്ങൾക്ക് തന്നെ കൊടുക്കുക. ഞാൻ എന്റെ സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇനി നിങ്ങൾ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത്, ഞാൻ ലാസ്റ്റിലേക്ക് ഞാൻ ഒന്നും കൂടി വരും. അപ്പൊ ഒന്നും കൂടി എന്നെ സഹിക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇനി ഇവിടെ നിങ്ങൾ കാണാൻ പോകുന്ന ഒരുപാട് കുറച്ച് ലീഡേഴ്സിന് അവരുടെ സ്പീച്ചും കുറച്ച് റെക്കഗ്നീഷനും ഒക്കെയാണ് അവരെ ഇൻവൈറ്റ് ചെയ്ത്. നമ്മൾ ഫസ്റ്റ് പ്രോഗ്രാമാണ് മലപ്പുറത്തെ. അപ്പൊ എനിവേ വിഷ് ഓൾ ദ ബെസ്റ്റ് ആൻഡ് ഗോഡ് ബ്ലെസ് യു. എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാം. താങ്ക് യു സോ മച്ച്.